ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ഇന്നത്തെ ശ്ലോകങ്ങൾ 7 മുതൽ 10 വരെ. ശ്ലോകം 7 വായിക്കാം. ആഹാര ആഹാര അഭി അഭി സർവസ്യ ത്രിവിധോ ഭവതി ത്രയഃ യജ്ഞഃ തപ തഥാ ദാനം തേഷാം വേദം ഇമം ശൃണു. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ. യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം വേദമിമം ശൃണു. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ. യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം വേദമിമം ശൃണു. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ. യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം വേദമിമം ശൃണു. ഹരേ കൃഷ്ണ. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ. യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം വേദമിമം ശൃണു. സർവസ്യതു സർവത്തിന്റെയുമാകട്ടെ, സകലരുടെയുമാകട്ടെ. ആഹാര അഭി ആഹാരവും, ത്രിവിധ മൂന്നു വിധം, പ്രിയ പ്രിയമായി, ഭവതി ഭവിക്കുന്നു, തഥാ അപ്രകാരം, യജ്ഞഃ യജ്ഞം, തപഃ തപസ്, ദാനം ദാനം എന്നിവയും, ത്രിവിധം മൂന്നു വിധമാണ്, തേഷാം അവയുടെ, ഇമം ഭേദം ഈ ഭേദത്തെ, ശൃണു നീ ശ്രവിക്കുക. വിവർത്തനം. മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ചായിരിക്കും. യജ്ഞങ്ങൾ, തപസ്, ദാനം എന്നിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇവയുടെ വ്യത്യാസങ്ങളെ പറ്റി കേട്ടുകൊള്ളുക. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ കി ജയ്. ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറിച്ചിലിനനുസരിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിലും യജ്ഞം, ദാനം, തപസ് എന്നിവയിലും വ്യത്യാസങ്ങളുണ്ടാവും. ഒരേ തലത്തിലാവില്ല ഇവയുടെ സ്ഥിതി. ഏതു ഗുണം മുന്നിൽ നിൽക്കുന്നവരിലാണ് ഇന്നവിധം പ്രവർത്തനങ്ങൾ കാണുക എന്ന് വിശകലനം ചെയ്തറിയാവുന്നയാളാണ് ശരിക്കും ബുദ്ധിമാൻ. എല്ലാത്തരം യജ്ഞങ്ങളും ദാനങ്ങളും ആഹാരങ്ങളും ഒരേ വിധമാണെന്ന് കരുതുന്നവർ വിവേകികളല്ല, മൂഢരാണ്. ചില മിഷണറി പ്രവർത്തകർ ഉപദേശിക്കാറുണ്ട്, ആർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യാമെന്നും പരിപൂർണതയിലെത്താൻ അതൊരു വിഘ്നമാവില്ലെന്നും. വേദനിർദ്ദേശമനുസരിച്ചുള്ള ഈ വിഡ്ഢികളായ വഴികാട്ടികളുടെ പ്രവർത്തനം. സ്വയം ഓരോ പദ്ധതികളുണ്ടാക്കി ജനങ്ങളെ വഴിതെറ്റിക്കുകയാണിവർ. ഹരേ കൃഷ്ണ. ശ്ലോകം 8. ആയുധോ സത്വ ബല ആരോഗ്യം സുഖം പ്രീതി വിവർധനം രസ്യ
Desya, Snigdha, Snigdha, Stira, 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 Hridya, 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 Ahara, 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 Sattviga Priya, Sattviga Sattviga Priya, Priya, Ayu Sattva Balarogya, Ayu Sattvalarogya, Sukha Priti Vivardhana, Sukha Priti Vivardhana, Rasya Snigdha Stira Hridya, Desya, Desya, Stira, Hridya, Ahara Sattviga Priya, Ahara, Ahara, Sattviga Priya, Ayu Sattva Balarogya, Ayu Sattvalarogya, Sukha Priti Vivardhana, Sukha Priti Vivardhana, Rasya Snigdha Stira Hridya, Desya, Desya, Stira, Hridya, Ahara Sattviga Priya, Ahara, Sattviga Priya, Ayu Sattva Balarogya, Ayu Sattvalarogya, Sukha Priti Vivardhana, Sukha Sukha Priti Priti Vivardhana, Rasya Snigdha Stira Hridya, Desya, Desya, Stira, Hridya, Ahara Sattviga Priya, Ahara, Priya, Krishna. Then Prabhu. Hare Krishna. Ayustatva balaarogya tuga pridi vivardhana desya snigdha stira hridya ahara satvika priya ആയുഹു സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധന ആയുസ് സത്വം അന്തശക്തി ബലം ശരീരബലം ആരോഗ്യം സുഖം സന്തുഷ്ടി ഇവയെ വർദ്ധിപ്പിക്കുന്നവയും രസ്യാഹ രസ്യങ്ങളും രസയുക്തങ്ങളും സ്നിഗ്ധ ഘൃതാദി സ്നേഹയുക്തങ്ങളും ആവശ്യത്തിന് കൊഴുപ്പുള്ള സ്ഥിരാഹ സ്ഥിരമായിട്ടുള്ളവയും ഹൃദ്യാഹ മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരാഹ ആഹാരങ്ങളാണ് സാത്വിക പ്രിയാഹ സാത്വികന്മാർക്ക് പ്രിയങ്ങളായവ വിവർത്തനം ദീർഘായുസ്സും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും ശുദ്ധവും ആസ്വാദ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. ഹരേ കൃഷ്ണ. Hare Krishna. Kadu, Amla, Yavana, Lavana, Ati, Ati, Ushna, Ushna, Tekshna, Tekshna, Ruksha, Ruksha, Vidahina, 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 Ahara, Ahara, Rajasasya, Rajasasya, Ishta, Ishta, Dukkha, 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 Shoka, Shoka, Amayaprada, Amayaprada, Kattvamla Lavanatyushna, Lavana, Tekshna, Ruksha, Vidahina, Vidahina, Ahara, Rajasasyashta, Ahara, Rajasasya, Dukkha, Shoka, Amayaprada, Amayaprada, Kattvamla Lavanatyushna, Lavanatyushna, Tekshna, Ruksha, Vidahina, Ahara, Rajasasyashta, Dukkha, Shoka, Amayaprada, Kattvamla Lavanatyushna, Tekshna, Ruksha, Vidahina, Ahara, Rajasasyashta, Dukkha, Shoka, Amayaprada, Vaishnavi. Hare Krishna. Lal Dayal Prabhu ഉണ്ടോ? Lal Dayal. Lal Dayal Prabhu മ്യൂട്ടാണ്. ബുക്ക് ഉണ്ടെങ്കിൽ
സിനിമാജി. ഹരേ കൃഷ്ണ പ്രഭു. കഡംള ലവണ തൃഷ്ണ തീഷ്ണ രൂക്ഷവിദാഹിന. അധികം കയ്പ്, എരിവ്, പുളി, ഉപ്പ്, ചൂട്, തീഷ്ണത, രൂക്ഷത, ദാഹകാരിത്വം എന്നിവയുടെ കൂടിയവയും. ദുഃഖശോകാമയപ്രദ. ദുഃഖം, ശോകം, രോഗം എന്നിവ ഉണ്ടാക്കുന്നവയുമായ ആഹാരങ്ങൾ. രാജസപ്രകൃതിയായവന്. ഇഷ്ടങ്ങളാണ്. വിവർത്തനം. കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, കടുത്ത ചൂട്, എരിവ്, വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാരപദാർത്ഥങ്ങളെ രാജസ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗങ്ങൾക്കും വഴിവെക്കുന്നവയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 10. യാതയാമം ഗതരസം പൂതി ഉച്ഛിഷ്ടം അമേദ്യം ഭോജനം താമസപ്രിയം. യാതയാമം ഗതരസം പൂതിപര്യൂഷിതം ചയത് ഉച്ഛിഷ്ടമപി ച അമേദ്യം ഭോജനം താമസപ്രിയം. യാതയാമം ഗതരസം പൂതിപര്യൂഷിതം ചയത് ഉച്ഛിഷ്ടമപി ച അമേദ്യം ഭോജനം താമസപ്രിയം. യാതയാമം ഗതരസം പൂതിപര്യൂഷിതം ചയത് ഉച്ഛിഷ്ടമപി ച അമേദ്യം ഭോജനം താമസപ്രിയം. കൃഷ്ണജി. ഹരേ കൃഷ്ണ. രേഖമാജി. ഹരേ കൃഷ്ണ പ്രഭു. യാതയാമം ഗതരസം പൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേദ്യം ഭോജനം താമസപ്രിയം. പദച്ഛേദം. യാതയാമം പാകം ചെയ്തിട്ട് 3 മണിക്കൂറിലധികം സമയം കഴിഞ്ഞതും, ഗതരസം സ്വാദ് നശിച്ചതും, പൂതി ദുർഗന്ധമുള്ളതും, പര്യുഷിതം വടിച്ചതും അല്ലെങ്കിൽ ചീത്തയായതും, ഉച്ഛിഷ്ടമപി ഉച്ഛിഷ്ടമായതും, അമേദ്യം ച സ്പർശവും, യത് ഭോജനം യാതൊരു ഭോജനമുണ്ടോ, തത് അത്, താമസപ്രിയം താമസപ്രകൃതികൾക്ക് പ്രിയമാകുന്നു. വിവർത്തനം. 3 മണിക്കൂറിന് മുൻപ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഭാവാർത്ഥം. പ്രഭാത് മഹാരാജിക്ക് ജയ്. ആയുസ് മനഃശുദ്ധിയും കായപരമ വർദ്ധിപ്പിക്കലാണ് ആഹാരത്തിന്റെ ഉദ്ദേശം. പണ്ട് തന്നെ പാലും അതിന്റെ ഉപോത്പന്നങ്ങളും അരി, ശർക്കര, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയും ദീർഘായുസിനും ആരോഗ്യത്തിനും ഏറ്റവും അധികം ഉതകുന്ന ഭക്ഷ്യങ്ങളെന്ന നിലയിൽ അഭിജ്ഞാപകർ അംഗീകരിച്ചിട്ടുണ്ട്. സ്വാത്വിക പ്രകൃതിയുള്ളവർ ഇഷ്ടപ്പെടുന്നവയെ തന്നെ വേവിച്ച ശർക്കര മുതലായ പല ചിലതും അത്രയും സ്വാദുള്ളവയില്ലെങ്കിലും പാലോ വേറെ എന്തെങ്കിലും ആഹാരമോ ചേർത്താൽ രുചികരമാക്കാം. അപ്പോൾ അവ സ്വാത്വിക ആഹാരങ്ങളാകുന്നു. പ്രകൃതിയ ശുദ്ധാഹാരങ്ങളാണ് ഇവ. മാംസം, മദ്യം തുടങ്ങിയ അസ്പർശ്യങ്ങളായ ഭക്ഷ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളാണ് ഈ സ്വാത്വിക ആഹാരങ്ങൾ. സ്നിഗ്ധങ്ങളെന്ന് 8ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾക്ക് പ്രാണിഹിംസ ചെയ്ത് നേടുന്ന മൃഗക്കൊഴുപ്പുമായി ബന്ധമില്ല. ഉത്തമാഹാരമായ പാലിൽ നിന്ന് മൃഗക്കൊഴുപ്പ് വേണ്ടത്ര കിട്ടും. പാൽ, വെണ്ണ, പാൽക്കട്ടി മുതലായവയിലൂടെ മൃഗക്കൊഴുപ്പ് ലഭ്യമാണെന്നിരിക്കെ നിരപരാധികളായ ജീവികളെ ഹിംസിക്കേണ്ടെന്ന ആവശ്യമേ ഇല്ല. ക്രൂരത കൊണ്ട് മാത്രമാണ് ഈ ഹിംസ തുടർന്നു പോരുന്നത്. പാലിലൂടെ കൊഴുപ്പ് നേടുകയത്രേ സംസ്കാര സമ്പന്നർക്ക് അനുയോജ്യമായ മാർഗം. ജന്തുഹിംസ മനുഷ്യോചിതമല്ല. പയറ്, പരിപ്പ്, തവിട് പോകാത്ത ഗോതമ്പ് ഇവയിൽ നിന്നും പ്രോട്ടീനും ആവശ്യം പോലെ കിട്ടും.
കയ്പുള്ളതോ ഉപ്പുരസം എരിവും ചൂടും കൂടുതലുള്ളതോ ആയ ഭക്ഷ്യങ്ങൾ രാജസ ആഹാരങ്ങളാണ്. അവ ആമാശയത്തിലെ ശ്ലേഷ്മത്തെ വരട്ടി പലതരം രോഗങ്ങളുണ്ടാക്കും. താമസാഹാരങ്ങൾ മുഖ്യമായി പഴക്കം തട്ടിയവയാണ്. പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ പഴകിയെന്ന് കണക്കാക്കാം. ഭഗവത് പ്രസാദത്തിന്റെ കാര്യത്തിൽ ഈ തീർപ്പ് ബാധകമല്ല. പഴകുമ്പോൾ ആഹാരത്തിനൊരു ദുർഗന്ധമുണ്ടാകുന്നു. താമസ സ്വഭാവികളെ ആകർഷിക്കുകയും സ്വാത്വികക്കാർക്ക് വെറുപ്പുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഗന്ധം. ഭഗവാന് നിവേദിച്ചതോ ഒരു മഹാമനുഷ്യന്റെ വിശേഷിച്ച് ഒരു ആധ്യാത്മികാചാര്യന്റെ ഭക്ഷണത്തിനായി തയ്യാറാക്കിയതോ ആയ ആഹാരത്തിന് ശേഷിച്ചത് ഭക്ഷിക്കുന്നതിന് തെറ്റുമില്ല. മറ്റു വിധത്തിൽ ഉച്ഛിഷ്ടം ഭക്ഷ്യയോഗ്യമല്ല. താമസാഹാരമാണത്. കഴിക്കുന്നത് രോഗത്തിന് വഴിവെക്കുകയും ചെയ്യും. അത്തരം ഭക്ഷ്യങ്ങൾ താമസ സ്വഭാവികൾക്ക് വളരെ ഹൃദ്യമായി തോന്നാമെങ്കിലും സാത്വികർക്ക് വെറുപ്പുണ്ടാക്കുകയും അവയെ തൊടാൻ പോലും സാത്വിക പ്രകൃതിയുള്ളവർ മടിക്കും. ഭഗവാന് ഭക്തിപൂർവ്വം നിവേദിച്ച ഉച്ഛിഷ്ടമാണ് സർവോത്തമമായ ആഹാരം. ഭക്തിപൂർവ്വം നൽകുന്ന ധാന്യവും പച്ചക്കറികളും പാലുമെല്ലാം താൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം എന്നിങ്ങനെ. എന്നാൽ പ്രേമവും ഭക്തിയുമാണ് ഭഗവാന് സ്വീകാര്യമായത്. ഒരു സവിശേഷ രീതിയിൽ തയ്യാറാക്കി േണ്ടതാണ് പ്രസാദമെന്ന് പറയപ്പെടുന്നു. ശാസ്ത്രപ്രോക്തമായ വിധത്തിൽ തയ്യാറാക്കിയതും കൃഷ്ണൻ നിവേദിച്ചതുമായ ഏത് ഭക്ഷണവും തികച്ചും ആധ്യാത്മികമായതിനാൽ ഏറെക്കാലത്തിന് ശേഷവും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ആഹാരത്തെ രോഗാണുരഹിതമാവുകയും സംശുദ്ധവും എല്ലാവർക്കും ആസ്വാദ്യകരമായിരിക്കുവാൻ വേണ്ടി ഭഗവാന് നിവേദിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാം സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാർഷഭാനുവീ ദേവി ദൈത്യായ കൃപാബ്ധൈ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രൈമാഢ്യ ശ്രീരൂപാനുഗാ ഭക്തിദ ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണി രൂപാനുഗാ വിരുദ്ധാഭസിദ്ധാന്ത ദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തി സ്വരൂപായ രൂപാനുകാവരായതേ. ഗൗരാവിർഭവഭൂമിസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായതേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ കേശായ ഘോഷായ ഗൗരി ചരൺ ബന്ധൻ ജഹാമോദ വിജ്ഞാനാശഭീഷ്ടപൂരൻ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശത്രുഘ്നം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത കാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോ മമ മന്ദമതീർഗതി മത്സർവസ്വപദാംബോജോ മദനമോഹനോ. ദിവ്യാത് ബൃന്ദാരണ്യ കൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീല ഗോവിന്ദദേവോ ജ്യേഷ്ഠാലഭി സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസുരസാരംഭേ വംശീ വടത്തടസ്ഥിതഃ കർഷൻ വേണു സുനേ ഗോപി ഗോപിനാഥ ശ്രീസ്തുനം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम രാമ രാമ ഹരേ ഹരേ. ജയകൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരികൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ശിക്ഷാഗുരുവിൻ്റെയും ശ്രീല പ്രഭുപാദിന്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും പാതാരമെന്തെങ്കിലും എൻ്റെ ദണ്ഡവത്രണം. हरे कृष्ण. आहारस्त्वपि सर्वस्य त्रिविधो भवति प्रियः यज्ञस्तपस्तथा दानं तेषां भेदमिदं शृणु. മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ചായിരിക്കും. യജ്ഞങ്ങൾ, തപസ്, ദാനം എന്നിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇവയുടെ വ്യത്യാസങ്ങളെ പറ്റി കേട്ടുകൊള്ളുക. ഭഗവാൻ അർജുനനോട് ദേവ അസുര ഭാവങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ആരാധനയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചത്. ദേവന്മാരുടെ ആരാധന എങ്ങനെയാണ്, അസുരന്മാരുടെ ആരാധന എങ്ങനെയാണ് അല്ലെ. ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവതകളെ ആരാധിക്കുന്നത് ദേവന്മാര് ദേവ ഗണത്തിൽപ്പെടുന്നു. അവര് അസുരന്മാരെ, അതായത് അസുരദേവങ്ങൾ, അതായത് നമ്മള് പറയുമല്ലോ ഭൂതപ്രേതങ്ങള്, അങ്ങനത്തെ അവരെയൊക്കെ ആരാധിക്കുന്നവര് അസുരഗണത്തിൽ പെടുന്നു. അപ്പൊ ദേവന്മാരെ ആരാധിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവര് ഭഗവാനെ അറിയുന്നില്ല, ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നില്ല. കാരണം അവര് ദേവാരാധന ചെയ്യുന്നത് അവരുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അസുരന്മാരാകട്ടെ ഇതേപോലുള്ള ആഗ്രഹങ്ങൾ വെച്ച് അവര് അവരുടേതായ രീതിയിൽ അവരുടേതായ നിയമങ്ങൾ അനുസരിച്ച് അവര് മറ്റ് ഭൂതഗണങ്ങളെയൊക്കെ ആരാധിച്ച് അവരും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നു. അവർക്കും ഒരിക്കലും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആ ഒരു ജ്ഞാനം അവർക്കും കിട്ടുന്നില്ല. അത് പറഞ്ഞതിന് ശേഷം ഭഗവാൻ ആരാധനയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ശ്ലോകത്തില് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ് എങ്ങനെയാണ് ഓരോ ജീവാത്മാക്കളും ഭക്ഷണം കഴിക്കേണ്ടത്. അതായത് ബേസിക് ആയ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനയിലൂടെ. അതായത് ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഏത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതേപോലെ തന്നെ യജ്ഞങ്ങൾ എങ്ങനെ ചെയ്യണം, തപസ് എങ്ങനെ ചെയ്യണം, ദാനം എങ്ങനെ ചെയ്യണം, ഇതേക്കുറിച്ചാണ് 7-ാം ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഓരോ ജീവാത്മാക്കളിലുമുള്ള ത്രിഗുണങ്ങൾക്ക് അനുസരിച്ചാണ്. അതായത് സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അതിൻ്റെതായ ഓരോ രീതികളുണ്ട്. അവരുടെ ഓരോ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് അവര് ആഹാരം കഴിക്കുന്നതും യജ്ഞങ്ങൾ ചെയ്യുന്നതും തപസ്സുകൾ അനുഷ്ഠിക്കുന്നതും ദാനങ്ങൾ ചെയ്യുന്നതും. അതായത് അവരുടെ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിലും യജ്ഞം, ദാനം, തപസ് എന്നിവയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരേ തലത്തിലാവില്ല ഇവയുടെ സ്ഥിതി. ഏത് ഗുണം മുന്നിൽ നിൽക്കുന്നവരിലാണ് ഇന്നവിധം പ്രവർത്തനങ്ങൾ കാണുക എന്ന് വിശകലനം ചെയ്തറിയുന്നയാളാണ് ശരിക്കും ബുദ്ധിമാൻ. അതായത് നമ്മൾ ചുറ്റും കാണുന്ന ഓരോ ജീവാത്മാക്കളിലും വ്യത്യസ്ത തരം ഗുണങ്ങളാണ് പ്രകടമാകുന്നത്. അതിൽ ഏത് ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത് ആ ഗുണത്തിനനുസരിച്ചാണ് അവര് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. അതായത് ആഹാരത്തിന്റെ കാര്യത്തിലായാലും യജ്ഞങ്ങളായാലും ദാനങ്ങളായാലും തപസ്സുകളെല്ലാം ചെയ്യുന്നത് ഓരോ തരത്തിലായും അത് മനസ്സിലാക്കുന്ന ആളാണ് ശരിയായ ബുദ്ധിമാൻ. അതായത് ഓരോ വ്യക്തിയെ കണ്ടാലും നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവണം. അതെയാണ് ബുദ്ധിമാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ തരം യജ്ഞങ്ങളും ദാനങ്ങളും ആഹാരങ്ങളും ഒരേ വിധമാണെന്ന് കരുതുന്നവർ വിവേകികളല്ല, മൂഢരാണ്. അതായത് എല്ലാ തരം യജ്ഞങ്ങളും ദാനങ്ങളും ആഹാരങ്ങളും ഒരേ തരത്തിലാണെന്ന് ചിന്തിക്കുന്ന ആള് മൂഢന്മാരാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും പഠിച്ചത് നമുക്ക് മനസ്സിലായി. ഓരോ ഗുണത്തിനും ഓരോ തരം ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഒരേപോലെയല്ല. ചില മിഷണറി പ്രവർത്തകർ ഉപദേശിക്കാറുണ്ട് ആർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യാമെന്നും പരിപൂർണതയിലെത്താൻ അതൊരു വിഘ്നമാവില്ലെന്നും. അവർക്കൊന്നും വേദങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അവര് അവരുടേതായ ഇഷ്ടങ്ങൾ പറയുകയാണ്.
അവരുടേതായ ഒരു നിയമാവലി, അതില് അവർ തീരുമാനിക്കുകയാണ് എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല. അതായത് നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഒരു ശാസ്ത്രത്തിനും അടിസ്ഥാനമില്ല. നമ്മൾ പറയുന്നതാണ് നമ്മുടെ ശാസ്ത്രം. അതുകൊണ്ട് നിയമനിബന്ധനകൾക്കൊന്നും വിധേയരല്ലാത്തത് കൊണ്ട് ചില മിഷണറി പ്രവർത്തകർ പറയുന്നു നമുക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം, നമുക്ക് എന്ത് ആഹാരം വേണമെങ്കിലും കഴിക്കാം, എന്ത് യജ്ഞങ്ങൾ വേണമെങ്കിലും ചെയ്യാം, എല്ലാം നമ്മുടെ ഭൗതിക സുഖങ്ങൾക്ക്, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ദാനം ചെയ്യലായാലും ഏത് തപസ് വേണമെങ്കിലും നമുക്ക് അനുഷ്ഠിക്കാം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു, നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ഉപവാസങ്ങൾ എടുക്കുന്നു. പക്ഷെ അതൊന്നും വേദങ്ങൾക്ക് അനുസരിച്ചല്ല ചെയ്യുന്നത്. വേദനിർദ്ദേശം അനുസരിച്ചല്ല ഈ വിഡ്ഢികളായ വഴികാട്ടികളുടെ പ്രവർത്തനം. സ്വയം ഓരോ പദ്ധതികൾ ഉണ്ടാക്കി ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് ഇവർ. അതായത് ഓരോ തരം നിയമങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ ഓരോ രീതിയിൽ ജനങ്ങളെ വഴി തിരിച്ചു കൊണ്ടുപോവുകയാണ്. അതായത് ശരിയായ വഴിക്ക് നയിക്കുന്നതിന് പകരം അവരെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേപോലുള്ള മിഷണറി പ്രവർത്തകർ ചെയ്യുന്നത്. ഇത് കേട്ട് സാധാരണ ജനങ്ങൾ, അതായത് ശാസ്ത്രങ്ങളിൽ അജ്ഞരായ ശാസ്ത്രങ്ങളെ കുറിച്ച് യാതൊന്നും അറിയാത്ത സാധാരണക്കാർ അത് കേട്ട് വിശ്വസിച്ച് അതിന് പിന്നാലെ പോകുന്നു. അതോടുകൂടി അവരുടെ ജീവിതം വീണ്ടും DODD സൈക്കിളിൽ തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ഭഗവാൻ 8, 9, 10 ശ്ലോകങ്ങളില് ആ 3 തരം, അതായത് സത്വഗുണികളും രജോ ഗുണികളും തമോ ഗുണികളുടെയും ആഹാരത്തെ കുറിച്ചാണ് വിശദമായി അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ആയു സത്വബലാരോഗ്യ സുഖ പ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. ദീർഘായുസും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്വം പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. അതായത് സാത്വികരായ ആളുകളുടെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം? അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നത് നമുക്ക് പ്രവൃത്തികൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കാനാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. പക്ഷേ ആ ആഹാരം കഴിക്കുന്നതിന് ഭഗവാൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏത് തരം ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. നമുക്ക് ആരോഗ്യം നിലനിർത്തുന്നത്, രോഗങ്ങൾ വരാൻ പാടില്ല, എന്നാൽ നമുക്ക് ധാരാളം ഊർജം ലഭിക്കണം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യവും ഊർജവും നമുക്ക് ലഭിക്കണം. അത് ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഭക്ഷണം എങ്ങനെയായിരിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിരുന്നത്. അതായത് സത്വഗുണികൾ എങ്ങനെയുള്ള ഭക്ഷണം, അതായത് ആഹാരത്തെ കുറിച്ച് ചാന്തോക്യോപനിഷത്തിൽ പറയുന്നത് ആഹാര ശുദ്ധൗ സത്വശുദ്ധി സത്വശുദ്ധൗ ധ്രുവ സ്മൃതി സ്മൃതി ലബ്ധേ സർവഗ്രന്ഥീന വിപ്രമോക്ഷം. അതായത് ആഹാരം ശുദ്ധമായാൽ തന്നെ നമ്മുടെ മനസ്സും ശുദ്ധമാകും. മനസ്സ് ശുദ്ധമായാൽ ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ഉറച്ചതാകും. ഭഗവാനെ സ്മരണ ഉണ്ടായാൽ ഹൃദയത്തിലെ എല്ലാ കെട്ടുകളും അഴിയും. അതായത് മോക്ഷത്തിന് അത് വഴി തുറക്കും. അതായത് നമ്മൾ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം? ഭക്ഷണം ശുദ്ധമായ ഭക്ഷണമായിരിക്കണം. ആ ശുദ്ധമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശുദ്ധമാകും. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് തെളിയും. ആ ജ്ഞാനം തെളിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ഹൃദയത്തിലെ കെട്ടുകളെല്ലാം അഴിയും. അതായത് നമുക്ക് ഉള്ള നമ്മുടെ കൽമഷങ്ങളെല്ലാം മാറി നമുക്ക് മുക്തി ലഭിക്കും. അതായത് ഭക്തന്മാർക്ക് മുക്തി താനേ ലഭിക്കും. അത് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരികയാണ് നമ്മൾ കഴിക്കേണ്ട ആഹാരം ശുദ്ധമായിരിക്കണം. ആ ശുദ്ധമായ ആഹാരം ഏതൊക്കെയാണ് എന്നാണ് ഈ സത്വ ഗുണികളുടെ കാര്യത്തിലാണ് അത് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അത് ഏതൊക്കെയുള്ള ഭക്ഷണമാണെന്നാണ് ഇതിൽ പറയുന്നത്. അത് എന്തിനു വേണ്ടിയുള്ളതായിരിക്കണം? നമുക്ക് ബലം കിട്ടുന്നതായിരിക്കണം. അതായത് നമുക്ക് പ്രവൃത്തികൾ ചെയ്യാനുള്ള ശക്തി, ആ ഭക്ഷണത്തിലൂടെ നമുക്ക് ആ ശക്തി കിട്ടണം. പിന്നെ ആരോഗ്യം നമുക്ക് വേണം അല്ലെ. നമുക്ക് അസുഖങ്ങൾ വന്നാൽ നമുക്ക് യാതൊരു കാര്യങ്ങളും ചെയ്യാനുള്ള ആ ശേഷി ഉണ്ടാവില്ല. നമ്മൾ തളർന്ന് കിടപ്പിലാവും. അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കരുത്. അതായത് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാത്ത ആഹാരങ്ങൾ നമ്മൾ ഒരിക്കലും കഴിക്കരുത്. ആരോഗ്യം ഉണ്ടാക്കുന്നതായിരിക്കണം ആഹാരം. പിന്നെ നമുക്ക് സുഖം, അതായത് ശരീരത്തിന് എപ്പോഴും സുഖമുള്ള ഒരവസ്ഥ, അതായിരിക്കണം ആ ആഹാരം കഴിക്കേണ്ട. അങ്ങനെയുള്ള ആഹാരങ്ങളായിരിക്കണം കഴിക്കേണ്ടത്. പിന്നെ നമുക്ക് പ്രീതി വിവർധനം, അതായത് നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും അത് നൽകുന്ന ഭക്ഷണമായിരിക്കണം. അതായത് സ്നേഹവും പ്രീതിയും നൽകുന്നതായിരിക്കണം ആ ഭക്ഷണം. ഇനി ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന്റെ എങ്ങനെയുള്ള ഗുണങ്ങളാണ് ആ ഭക്ഷണങ്ങൾക്ക് വേണ്ടത്? അതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. അതായത് രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. രസം, ടേസ്റ്റ് ഉള്ളതായിരിക്കണം ആ ഭക്ഷണം. പിന്നെ സ്നിഗ്ധ, കൊഴുപ്പുള്ളതായിരിക്കണം. പിന്നെ സ്ഥിര എന്ന് പറഞ്ഞാൽ നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ
വിശപ്പ് മാറണം. കുറച്ച് സമയം നമുക്ക് അതിന്റെ എനർജി കിട്ടണം. അതായത് രാവിലെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉച്ചവരെ നമുക്ക് എനർജി നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള സ്ഥിരമായ ആഹാരങ്ങളായിരിക്കും. അതായത് നമ്മൾ ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള് ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചു നേരം നമ്മുടെ വിശപ്പും മാറും. പക്ഷെ അതിൽ നിന്ന് നല്ല എനർജിയും നമുക്ക് ലഭിക്കുന്നതാണ് സ്ഥിര എന്ന് പറയുന്നത്. ഹൃദ്യ, നമുക്ക് എപ്പോഴും മനസ്സിന് പ്രിയപ്പെട്ടത് ഹൃദ്യമായിരിക്കണമായ ഭക്ഷണം. ആ ഭക്ഷണം ഹൃദ്യമായതായിരിക്കണം. അതായത് നമുക്ക് ഇഷ്ടപ്പെടണം. നമുക്ക് ചില ഭക്ഷണം കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ പോലും തോന്നില്ല. അങ്ങനെയുള്ളതാവരുത്. ഹൃദ്യമായിരിക്കണം എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ആഹാര സാത്വികപ്രിയ, ഈ ഭക്ഷണങ്ങളെല്ലാം സാത്വികരായ ആളുകളുടെ ഭക്ഷണ രീതിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് 3 തരത്തിലുള്ള 3 ഗുണത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതില് സത്വഗുണികൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് ഭഗവാൻ ഇതിൽ പറഞ്ഞു തരുന്നത്. അതായത് ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നമുക്ക് ആയു എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം, ആയു എന്ന് പറഞ്ഞാൽ നമുക്ക് ആയുസ്, അതായത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. അതാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് നമ്മുടെ ആയുസ് വർദ്ധിക്കും. പിന്നെ സത്വം, നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് മനസ്സിനും ശരീരത്തിനും സുഖം സന്തോഷവും ലഭിക്കുന്ന ഭക്ഷണമായിരിക്കും. അങ്ങനെയുള്ള ഭക്ഷണങ്ങള് സത്വഗുണികൾ കഴിക്കുകയുള്ളൂ. അതായത് നമ്മളെല്ലാവരും സത്വഗുണത്തിലേക്ക് ഉയരണമെന്ന് ഭഗവാൻ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സത്വഗുണത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായും ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കണം. അല്ലാത്ത പക്ഷം അവര് രജോ ഗുണത്തിലേക്കും തമോ ഗുണത്തിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മള്. യു ആർ വാട്ട് യു ഈറ്റ്. അതായത് എന്താണ് നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മൾ. അതാണ് ഒരു കോട്ടാണ് പറയുന്നത്, യു ആർ വാട്ട് യു ഈറ്റ്. എന്താണ് നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മൾ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. അതായത് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം, അത് അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്. ഏതു തരം ഭക്ഷണം കഴിച്ചാൽ ഏതൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഈ സത്വഗുണികളുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയുള്ള നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നില്ല. നമുക്ക് എപ്പോഴും ആരോഗ്യം ഉണ്ടായിരിക്കും, നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും, പിന്നെ ശക്തിയും ഉണ്ടായിരിക്കും. അത് നമുക്ക് എപ്പോഴും സന്തോഷപ്രദമായിരിക്കും. അതായത് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിനും ശരീരത്തിനും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നില്ല. സുഖവും സന്തോഷവും മാത്രമാണ് തരുന്നത്. ഇതാണ് സത്വ ഗുണസ്വഭാവികളുടെ ആഹാരം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പട്വംല ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസശ്രേഷ്ഠ ദുഃഖശോകാമയ പ്രദ. രാജസകളുടെ ഭക്ഷണ രീതിയാണ് പറയുന്നത്. ഇത് എല്ലാ ഇതിലും അതി എന്ന് ചേർക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് അതി കട്വ, അതി അമ്ല, അതി ലവണ, അതി ഉഷ്ണ, അതി തീക്ഷ്ണ, അതി രൂക്ഷ, അതിവിദാഹീന. അതായത് എല്ലാത്തിലും കൂടുതലായിരിക്കും. രാജസ സ്വഭാവികൾക്ക് എല്ലാത്തിന്റെ അളവും കൂടുതലായിരിക്കും. അതായത് കടു എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്പ് രസം, ഏറ്റവും കയ്പ് രസമുള്ളതായിരിക്കും അവർക്ക് ഇഷ്ടം. പിന്നെ പുളിപ്പ്, അതും ഏറ്റവും കൂടുതൽ. പിന്നെ ഉപ്പ് രസം, ലവണ, അത്യുഷ്ണ, അതായത് നമുക്ക് ചൂട്, നമ്മുടെ നവദ്വാരങ്ങളിലൂടെയും ചൂട് അത് പുറത്തേക്ക് വരും. ഇങ്ങനെയുള്ള അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആ നവദ്വാരങ്ങളിലൂടെയും ചൂടാണ് പുറത്തേക്ക് വരുന്നത്. അത്യുഷ്ണ, തീക്ഷ്ണ രൂക്ഷ വിദാഹീന, അതായത് തീക്ഷ്ണമായിരിക്കും. അതിൽ ധാരാളം മസാലകളൊക്കെ ചേർത്ത് ആ ഭക്ഷണം തീക്ഷ്ണമായിരിക്കും. രൂക്ഷ വിദാഹീന, ഇതൊക്കെ അധികം ചേർത്ത് വരുമ്പോൾ അത് രൂക്ഷമായിരിക്കും. അതായത് എല്ലാം ചേർക്കേണ്ട അളവിനേക്കാൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും. അത് രൂക്ഷമായിരിക്കും, വിദാഹീന. അതായത് നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഒരുപാട് ദാഹം തോന്നും. അതായത് ഇങ്ങനെ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങൾ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അതിന് നമ്മളെപ്പോഴും പറയുമല്ലേ, വാട്ടറാണ് യൂണിവേഴ്സൽ സോൾവെന്റ്. അതായത് എല്ലാ ഭക്ഷണങ്ങളെയും അതിൽ ഇക്വിലിബ്രിയത്തിൽ നിർത്തണമെങ്കിൽ അതിൽ വെള്ളത്തിന്റെ അംശം വേണം. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണം, ഉപ്പ് നമുക്ക് അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാഹിക്കും. അതേപോലെ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, ഇതെല്ലാം കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അസ്വസ്ഥതയുണ്ടാവും. അവർക്ക് കൂടുതൽ വെള്ളം കുടിക്കാനുള്ള ദാഹം വരും. അതാണ് രൂക്ഷ വിദാഹി. അപ്പൊ ദാഹം തോന്നും അവർക്ക് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല്. പിന്നെ ഇങ്ങനെയുള്ള ആഹാരമാണ് രാജസികൾക്ക് ഇഷ്ടം. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് ദുഃഖശോകാമയപ്രദ, ദുഃഖമായിരിക്കും, ശോകമായിരിക്കും, ആമയം, അതായത് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഒരിക്കലും സത്വഗുണികൾ കഴിക്കുന്ന ഭക്ഷണ രീതി കഴിച്ചാൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല. അതായത് രാജസികളുടെ ഇഷ്ടഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നില്ല. മറിച്ച് അവർക്ക് ദുഃഖവും ശോകവും രോഗങ്ങൾ ഒഴിഞ്ഞ അവസ്ഥയുണ്ടാകുന്നില്ല. അത് കാരണം, അതിന്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തില്
ഫാസ്റ്റ് ഫുഡ് കൾച്ചറാണ് അല്ലെ, എല്ലായിടത്തും ഫാസ്റ്റ് ഫുഡ്, എവിടെ നോക്കിയാലും ഫാസ്റ്റ് ഫുഡിന്റെ ഷോപ്പുകളാണ്. നമ്മുടെ യുവജനങ്ങൾ എല്ലാവരും ഇതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ഓരോ പുതിയ പുതിയ പേരുകൾ കണ്ടെത്തി ആ ഭക്ഷണത്തിന് ഇങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ്, നമ്മൾ ടി വിയിലായാലും എവിടെ ആയാലും ഇതിനെ പറ്റിയുള്ള ഇങ്ങനെ നമ്മൾ എന്റർടൈൻ അതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ച് അതിന്റെ ടേസ്റ്റ് അതിങ്ങനെ കുട്ടികളില് അത് വല്ലാതെ അവരെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരതിനു വേണ്ടി വാശി പിടിക്കും, അത് കഴിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോ കാണാം ഒരുപാട് ക്യാൻസർ രോഗികൾ നമ്മുടെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് അറിയാലേ, ഓരോ ഹോസ്പിറ്റലിലും എത്രയോ ക്യാൻസർ പേഷ്യന്റുകൾ എത്തുന്നു. ഇതിനൊക്കെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും അത് മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്രയധികം ക്യാൻസർ പേഷ്യന്റ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണില്ല. ഒരുപാട് നമുക്ക് ഇപ്പോ കുറച്ച് കാലഘട്ടമായിട്ടുള്ളൂ അല്ലെ ഇത്രയും ക്യാൻസർ പേഷ്യന്റുകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ട്. ഇതിനുള്ള പ്രധാന കാരണം ഇതിൽ ചേർക്കുന്ന കെമിക്കൽസ് ആണ്. അതായത് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ അജിനോമോട്ടോ പോലെയുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന വ്യക്തിക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കാനുള്ള ആഗ്രഹം, അതായത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും അത് കഴിക്കണമെന്ന് തന്നെ തോന്നിക്കൊണ്ടിരിക്കും. അത് കഴിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ തരത്തിലുള്ള ക്യാൻസർ, അതായത് ലിവർ ക്യാൻസർ, കുടലില് എല്ലാം വയറിനെ ഭയങ്കരമായിട്ട് അത് എഫക്ട് ചെയ്ത് അതിൽ നിന്ന് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെടുന്നു. ഇതിന് ചെറിയൊരു ഉപബോധം, അതായത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം ഏതാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇതിൽ വീണ് അവര് നിത്യരോഗികളായി മാറുന്നത്. അതായത് ഒരാൾക്ക് വീട്ടിൽ ഇതുപോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ മറ്റുള്ളവരെ എല്ലാം അത് ബാധിക്കും, അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. ഒരു പേഷ്യന്റ് ഉണ്ടായി ക്യാൻസർ രോഗിയാണെങ്കിൽ അവരെ ചികിത്സിക്കാനും എല്ലാത്തിനും മറ്റുള്ളവർക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഭക്ഷണമാണെന്ന് അവര് മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാജസ്വഭാവികളാണ് ധാരാളമായി നമ്മൾ കാണുന്നത് അല്ലെ. നമുക്ക് അറിയാം നമ്മുടെ യുവതലമുറയ്ക്ക് എല്ലാം ഇഷ്ടം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്. ഒരിക്കലും അവര് സാത്വികമായ ഭക്ഷണത്തിന് അവര് അനുകൂലിക്കില്ല. അവർക്ക് എപ്പോഴും നോൺ വെജ്, അതിലാണ് ഇത്രയ്ക്ക് മസാല ചേർക്കുന്നതും ഇത്രയ്ക്ക് തീക്ഷ്ണമായതും രൂക്ഷമായതുമായ ആ ഭക്ഷണത്തിലൂടെയാണ് അവർക്ക് ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെടുന്നതെന്ന് നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവര് സമ്മതിച്ചു തരില്ല. കാരണം അവർക്ക് രാജസ്വഭാവമാണ്, അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല, അവർക്ക് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അവരുടെ ഉള്ളിൽ തെളിയുന്നില്ല. അവരെ ഓരോന്ന് അനുഭവത്തിലൂടെയാണ് അവര് മനസ്സിലാക്കുന്നത്. 10ാമത്തെ ശ്ലോകം അത് താമസ സ്വഭാവികളുടെ ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. യാതയാമം ഗതരസം പൂതിപര്യോഷിതം ചയത് ഉച്ഛിഷ്ടമബീച അമേദ്യം ഭോജനം താമസപ്രിയം. ഇനി താമസികളുടെ ഭക്ഷണം എങ്ങനെയാണ്? ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് താമസികളുടെ ഭക്ഷണ രീതി. അതായത് ഭക്ഷണം പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഭക്ഷണമായാലും സ്വാദ് നഷ്ടപ്പെട്ടതായാലും ദുർഗന്ധമുള്ളതായാലും ഉച്ഛിഷ്ടമായാലും അമേദ്യമായാലും അവർക്ക് അതൊന്നും പ്രശ്നമില്ല, അവർക്ക് അതാണ് അവരുടെ ഇഷ്ടം. അതായത് താമസ സ്വഭാവികൾക്ക് ഇങ്ങനെ ഏറ്റവും പഴക്കം ചെന്ന ഭക്ഷണം, അതായത് ഭക്ഷണം പാകം ചെയ്ത് 3 മണിക്കൂറുകൾ കഴിഞ്ഞ ആ ഭക്ഷണമാണ് അവർക്ക് ഇഷ്ടം, അതിന്റെ ടേസ്റ്റ് ആണ് അവർക്ക് ഇഷ്ടം. പിന്നെ എന്താണ് ഗതരസം, അതായത് സ്വാദ് നശിച്ചത്, ഇത്രയും സമയം കഴിയുമ്പോൾ അതിന്റെ സ്വാദെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ സ്വാദാണ് അവർക്ക് ഇഷ്ടം. പിന്നെ പൂതി, അതായത് ചീഞ്ഞതോ ദുർഗന്ധമുള്ളതോ ആയ ഭക്ഷണം. ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാല് മറ്റൊരാൾ കഴിച്ച് അതിന്റെ ബാക്കി, അതായത് ഒരാൾ കഴിച്ചതിന്റെ ബാക്കി ഉച്ഛിഷ്ടം, ആ ഉച്ഛിഷ്ടമാണ് അവർക്ക് ഇഷ്ടം. അതായത് അവർക്ക് താമസ സ്വഭാവമാണ്, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അവര് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഏതാണ് ശരിയായ ഭക്ഷണമെന്ന് അവർക്ക് അറിയില്ല, അവർക്ക് ഇതാണ് നല്ലതെന്ന് അവർക്ക് തോന്നും. എന്നാൽ ഉച്ഛിഷ്ടം, അതായത് നമ്മള് സത്വഗുണികൾ എപ്പോഴും ഭഗവാന് നിവേദിച്ചതിന് ശേഷമാണ് അവർ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കഴിച്ചതിന് ശേഷമുള്ള ആ ഭക്ഷണം ഉച്ഛിഷ്ടം, അതായത് ഭഗവാന്റെ ഉച്ഛിഷ്ടം നമുക്ക് പ്രസാദമാണ്. ആ പ്രസാദം കഴിക്കുന്നത് കൊണ്ട് കുറച്ച് 3 മണിക്കൂറല്ല 10 മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് ആ ഭക്ഷണത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും സംഭവിക്കാം. അതായത് അത് പ്രസാദമാണ്, അത് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ അസുഖങ്ങളോ നമുക്ക് ഉണ്ടാകുന്നില്ല. ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയ പ്രയച്ചതി തദഹം ഭക്തി ബഹൃതമശ്നാമി പ്രയതാത്മന. അതായത് ഭഗവാന് നമ്മള് ഭക്ഷണം നിവേദിച്ചതിന് ശേഷം നമ്മൾ കഴിക്കണം. ഭഗവാന് പത്രം പുഷ്പം ഫലം തോയം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഫലം തോയം, അതായത് നമുക്ക് ഫലവർഗ്ഗങ്ങള്, വെള്ളം, ഇതെല്ലാം ഭഗവാൻ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് ഭഗവാന് നിവേദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക, അതാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞത്. അപ്പൊ സത്വഗുണികൾ എപ്പോഴും ഭഗവാന് നിവേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ.
പിന്നെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് 3-ാം അധ്യായത്തിലെ 13-ാം ശ്ലോകത്തില് യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഗുഞ്ചതേത്തെ സുഖം പാപം ഏ ഭജന്ത്യാത്മകാരണ. അതായത് യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. അതായത് സത്വഗുണികൾക്ക് അറിയാം ഭഗവാന് നിവേദിച്ച ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മളെ എല്ലാ പാപങ്ങളിൽ നിന്നും നമുക്ക് മുക്തി കിട്ടുകയുള്ളൂ. എന്നാൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവര് അവര് ഓരോ അന്നവും കഴിക്കുന്നത് പാപമാണ് അവര് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് അറിയുന്നില്ല. രാജസ സ്വഭാവികൾക്കായാലും താമസ സ്വഭാവികൾക്കായാലും ആ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, അതായത് ഭഗവാനെ നിവേദിച്ചതിന് ശേഷം കഴിക്കുന്ന ആ പ്രസാദത്തിന്റെ എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് പാപമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാപത്തിന്റെ ബലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അതായത് അവർക്കൊരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി അവർക്ക് അറിയാൻ കഴിയുന്നില്ല. ഈ ജന്മത്തിൽ അവർക്കത് ലഭിക്കുന്നില്ല. കാരണം അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവര് ഈ ഭൂമിയിൽ വീണ്ടും PODD സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആയുസ്സും മനഃശുദ്ധിയും കായബലവും വർദ്ധിപ്പിക്കലാണ് ആഹാരത്തിന്റെ ഉദ്ദേശം. പണ്ടുതന്നെ പാലും അതിന്റെ ഉപോൽപ്പന്നങ്ങളും അരി, ശർക്കര, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഏറ്റവും അധികം ഉതകുന്ന ഭക്ഷ്യങ്ങൾ എന്ന നിലയിൽ അഭിജ്ഞന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. സാത്വിക പ്രകൃതിയുള്ളവർ ഇഷ്ടപ്പെടുന്നതും ഇവയെ തന്നെ. വേവിച്ച ചോളം, ശർക്കര മുതലായ മറ്റു പലതും അത്രയും സ്വാദുള്ളവയല്ലെങ്കിലും പാലോ വേറെ ഏതെങ്കിലും ആഹാരമോ ചേർത്താൽ രുചികരമാക്കാം. അപ്പോൾ അവ സാത്വിക ആഹാരങ്ങളാകുന്നു. പ്രകൃത്യ ശുദ്ധാഹാരങ്ങളാണ് ഇവ. മാംസം, മദ്യം തുടങ്ങിയ നമ്മള് തീക്ഷ്ണ രൂക്ഷ എന്ന് പറഞ്ഞതിൽ നമ്മൾ നോൺ പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെയാണ് മദ്യം, പുകവലി, ഇതൊക്കെ അവരുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ തീക്ഷ്ണമായ പുകവലിക്കുന്നവരായാലും അതിൻ്റെതായ ആ ഒരു ഇഫക്റ്റ് അവർക്ക് ക്യാൻസർ, ലങ് ക്യാൻസർ ആണ് അവർക്ക് ഉണ്ടാകുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അത് വരുന്നത്. പക്ഷെ അവരത് നിർത്താൻ അവർക്ക് പറ്റുന്നില്ല. മദ്യമായാലും പുകവലി ആയാലും അതൊക്കെയാണ് ഭഗവാൻ എത്രയോ നേരത്തെ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ തീക്ഷ്ണ രൂക്ഷ അതൊക്കെയാണ് രാജസ സ്വഭാവികൾക്ക് ഇഷ്ടം. നമുക്ക് ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തികളെ നിരീക്ഷിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും അവര് ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് അവർ അനുഭവിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് കത്തുകയാണല്ലേ. മദ്യം കഴിക്കുകയാണെങ്കിൽ അവരുടെ കുടലും ഇതൊക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കെമിക്കൽസ് ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഭക്ഷണം ദഹിക്കണമെങ്കിൽ ഓൾറെഡി ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറിൽ ഉണ്ട്. അത് നമ്മൾ ഭക്ഷണത്തിന് ദഹിപ്പിക്കുന്നു. പക്ഷെ അത് കൂടാതെ വീണ്ടും കെമിക്കൽസ് ആണ് ചെല്ലുന്നത്. അപ്പൊ അവിടെ റിയാക്ഷൻസ് നടന്ന് വയറിന്റെ ഭിത്തിയൊക്കെ അത് ദ്രവിപ്പിക്കുകയാണ്. അതായത് അസിഡിറ്റി, അൾസർ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. മാംസം, മദ്യം തുടങ്ങിയ അസ്പർശ്യങ്ങളായ ഭക്ഷ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളാണ് ഈ സാത്വിക ആഹാരങ്ങൾ. സ്നിഗ്ധങ്ങൾ എന്ന് 8-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾക്ക് പ്രാണിഹിംസ ചെയ്ത് നേടുന്ന മൃഗക്കൊഴുപ്പായി ബന്ധമില്ല. അതായത് പ്രാണിഹിംസ, നമ്മള് മാംസാഹാരം കഴിക്കുന്നത്, ഈ സ്നിഗ്ധമായ ആഹാരം മാംസത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഈ കൊഴുപ്പ് കിട്ടുന്നത്. അതായത് നമുക്ക് പശുവിൽ നിന്ന് ലഭിക്കുന്ന പാലിലുണ്ട് ഈ കൊഴുപ്പെല്ലാം. നമുക്ക് നെയ്യായിട്ടും വെണ്ണയായിട്ടും ഇതൊക്കെ നമുക്ക് കൊഴുപ്പിന്റെ രൂപത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനെല്ലാം ദോഷം ഉണ്ടാകുന്നില്ല. എന്നാൽ മൃഗക്കൊഴുപ്പ്, അതായത് മൃഗങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മൃഗഹിംസ ചെയ്തുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് വേറെ പാപം നമുക്ക് കിട്ടുന്നത്. പാൽ, വെണ്ണ, പാൽക്കട്ടി മുതലായവയിലൂടെ മൃഗക്കൊഴുപ്പ് ലഭ്യമാണെന്നിരിക്കെ നിരപരാധികളായ ജീവികളെ ഹിംസിക്കേണ്ടുന്ന ആവശ്യമേ ഇല്ല. ക്രൂരത കൊണ്ട് മാത്രമാണ് ഈ ഹിംസ തുടർന്നു പോരുന്നത്. പാലിലൂടെ കൊഴുപ്പ് നേടുകയത്രേ സംസ്കാര സമ്പന്നർക്ക് അനുയോജ്യമായ മാർഗം. ജന്തുഹിംസ മനുഷ്യോചിതമല്ല. പയറ്, പരിപ്പ്, തവിട് പോകാത്ത ഗോതമ്പ് ഇവയിൽ നിന്ന് പ്രോട്ടീനും ആവശ്യം പോലെ കിട്ടും. എല്ലാവരും പറയും മാംസഭക്ഷണം കഴിച്ചാൽ മാത്രമേ പ്രോട്ടീൻ കിട്ടുകയുള്ളൂ. നമുക്ക് അറിയാം പയറുവർഗ്ഗങ്ങളിലെല്ലാം ധാരാളം പ്രോട്ടീൻ ഉണ്ട്. ഇത് കഴിച്ചാലെല്ലാം നമുക്ക് പ്രോട്ടീൻ ലഭിക്കും. പക്ഷെ അവരുടെ സ്വാദ്, അതായത് ഒരിക്കലും ഒരാൾക്ക് ഒരു പച്ചയ്ക്ക് ഒരു മീനോ മാംസമോ കഷ്ണമോ കൊടുത്താൽ കഴിക്കാൻ സാധിക്കില്ല. കാരണം അതിന് ടേസ്റ്റ് ഇല്ല. എന്നാൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾക്കോ പഴങ്ങൾക്കോ അതിൻ്റെതായ നേച്ചുറലായി തന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. എന്നാൽ ഈ മത്സ്യത്തിനോ അതിന്റെ ടേസ്റ്റ് ഇല്ല. അത് അതിനൊരിക്കലും ഒരു ടേസ്റ്റ് ഇല്ല. പക്ഷെ അവര് പറയുന്നത് അത് അവർക്ക് എങ്ങനെയാണ് അത് കഴിക്കാൻ പറ്റുന്നത്? അതിൽ ധാരാളം മസാലകൾ ചേർക്കുമ്പോഴാണ് അവർക്ക് കഴിക്കാൻ സാധിക്കുന്നത്. അല്ലാതെ അവർക്ക് ഒരിക്കലും പച്ചയ്ക്ക് അത് കഴിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യന് ഒരിക്കലും ഒരു മാംസബുക്കല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് വേണ്ട ഭക്ഷണം ധാരാളം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്.
പ്രകൃതിയിൽ ധാരാളമായി അവയെല്ലാം ഉണ്ട്. എന്നിട്ടും നമ്മൾ മറ്റുള്ളവരുടെ ഭക്ഷണത്തിനെ തട്ടിപ്പറിച്ച് കഴിക്കുകയാണ് അല്ലെ. മൃഗങ്ങളുടെ ഭക്ഷണങ്ങളെയാണ് നമ്മൾ തട്ടിപ്പറിച്ചത്. അതായത് മനുഷ്യൻ അവന്റെ അതീശത്വം എല്ലാ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും കാണിക്കുകയാണ്. താനാണ് ഏറ്റവും വലിയ, തന്നെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം. അതുകൊണ്ട് തന്റെ ഭക്ഷണം തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കണം എന്നൊരു ചിന്ത. അതായത് ശാസ്ത്രങ്ങളെല്ലാം അവഗണിച്ച് അവരുടേതായ ഇഷ്ടത്തിൽ അവര് കഴിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ഈ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് അവരത് മനസ്സിലാക്കാതെ അവരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണങ്ങൾ അവര് കണ്ടെത്തുന്നു. അതുകൊണ്ട് ഒരിക്കലും മാംസഭക്ഷണമോ മത്സ്യങ്ങളോ ഇതൊന്നും കഴിക്കാൻ നമുക്ക് അതിൻ്റെതായ ആവശ്യമില്ല. നമുക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതാണ് ശാസ്ത്രങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. സത്വഗുണത്തിൽ ഇരിക്കണമെന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധ സത്വത്തിലേക്ക് ഉയർന്ന് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കണം. അല്ലാത്തവരാണ് ഈ ഭൂമിയില് ഈ രാജസ സ്വഭാവികളും താമസ സ്വഭാവികളുമായി മാറി ഈ പ്രകൃതിയെ നശിപ്പിച്ച് അവരുടേതായ രീതിയിൽ അതീശത്വം പുലർത്തി അവർ ഈ വക ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ഇങ്ങനെ താഴ്ന്ന ജീവിവർഗങ്ങളിലേക്ക് അവരടുത്ത ജന്മത്തിലേക്ക് അതിലേക്കുള്ള പ്രവൃത്തികളാണ് ഈ ജന്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് അധമലോകങ്ങളിലേക്ക് പതിക്കപ്പെടുന്നു. കയ്പുള്ളതോ ഉപ്പുരസവും എരിവും ചൂടും കൂടുതലുള്ള ആയ ഭക്ഷ്യങ്ങൾ രാജസാഹാരങ്ങളാണ്. അവ ആമാശയത്തിലെ ശ്ലേഷ്മത്തെ വരട്ടി പലതരം രോഗങ്ങൾ ഉണ്ടാക്കും. താമസാഹാരങ്ങൾ മുഖ്യമായി പഴക്കം തട്ടിയവയാണ്. പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ പഴകിയെന്ന് കണക്കാക്കാം. ഭഗവത് പ്രസാദത്തിന്റെ കാര്യത്തിൽ ഈ തീർപ്പ് ബാധകമല്ല. ഭഗവത് പ്രസാദത്തിന്റെ കാര്യം അതേപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ കഴിച്ചതിന്റെ ഉച്ഛിഷ്ടം അതും നമുക്ക് ഏറ്റവും, അതായത് ഭക്തിയിലേക്ക് ഉയരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ്. ആധ്യാത്മിക നിലയിൽ ഉയർന്നു നിൽക്കുന്ന ആചാര്യന്മാരുടെയും സാധുക്കളുടെയൊക്കെ ആഹാരം, അവരുടെ ഉച്ഛിഷ്ടം നമ്മൾ കഴിക്കുക എന്നത്. അതിലൂടെ നമുക്ക് ഭക്തിയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കും. നമുക്ക് നാരദ മഹർഷിയുടെ കാര്യം തന്നെ അറിയാം. ഒരു ദാസീപുത്രനായിരുന്നു നാരദ മഹർഷി മുൻജന്മത്തില്. അപ്പോൾ ചാതുർമാസം അനുഷ്ഠിക്കുന്ന ആ സാധുക്കളുടെ അവരുടെ ഇടയിൽ അവരെ പരിചരിക്കാൻ വേണ്ടി അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ അതായത് നാരദ മഹർഷിയുടെ മുൻജന്മത്തിലുള്ള ആ കുട്ടി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവരെ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടി. അങ്ങനെ അവരുടെ അനുവാദത്തോടു കൂടി അവർ കഴിച്ചതിന്റെ ആ അവശിഷ്ടം കഴിക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു. അതിലൂടെ ആ കുട്ടിക്ക് സംഭവിച്ച മാറ്റം, അതായത് ആധ്യാത്മികമായി ഉയർന്ന് ആ കുട്ടി നാരദ മഹർഷിയായി മാറി. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ അറിയാം, അത്രയ്ക്കും ഉയർന്നു നിൽക്കുന്ന, ആധ്യാത്മികമായി ഉയർന്നു നിൽക്കുന്ന ആ സാധുക്കളുടെ അവർ കഴിച്ചതിന്റെ അവശിഷ്ടം കഴിച്ചാൽ ഓരോ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോ ഭഗവത് പ്രസാദം പോലെ തന്നെ അങ്ങനത്തെ ആ സാധുക്കളുടെ അവശിഷ്ടം, അവർ കഴിച്ചതിന്റെ ആ ഉച്ഛിഷ്ടം, അതും നമുക്ക് മഹാപ്രസാദം തന്നെയാണ്. അത് കഴിച്ചാൽ നമ്മളുടെ ആധ്യാത്മികത വളർന്ന് നമുക്ക് ആധ്യാത്മിക പുരോഗതി നേടാൻ സാധിക്കും. പഴകുമ്പോൾ ആഹാരത്തിനൊരു ദുർഗന്ധം ഉണ്ടാകുന്നു. താമസ സ്വഭാവികളെ ആകർഷിക്കുകയും സാത്വികർക്ക് വെറുപ്പുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഗന്ധം. ഭഗവാനെ നിവേദിച്ചതോ ഒരു മഹാമനുഷ്യന്റെ, വിശേഷിച്ച് ഒരു ആധ്യാത്മിക ആചാര്യന്റെ ഭക്ഷണത്തിനായി തയ്യാറാക്കിയതോ ആയ ആഹാരത്തിൽ ശേഷിച്ചത് ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല. മറ്റു വിധത്തിൽ ഉച്ഛിഷ്ടം ഭക്ഷണയോഗ്യമല്ല, താമസാഹാരമാണ്. അത് കഴിക്കുന്നത് രോഗത്തിന് വഴിവെക്കുകയും ചെയ്യും. അത്തരം ഭക്ഷ്യങ്ങൾ താമസ സ്വഭാവികൾക്ക് വളരെ ഹൃദ്യങ്ങളായി തോന്നാമെങ്കിലും സാത്വികർക്ക് വെറുപ്പുണ്ടാക്കും. അവയെ തൊടാൻ പോലും സാത്വിക പ്രകൃതിയിലുള്ളവർ മടിക്കും. ഭഗവാന് ഭക്തിപൂർവ്വം നിവേദിച്ചതിന്റെ ഉച്ഛിഷ്ടമാണ് സർവോത്തമമായ ആഹാരം. ഭക്തിപൂർവ്വം നൽകുന്ന ധാന്യവും പച്ചക്കറികളും പാലുമെല്ലാം താൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം എന്നിങ്ങനെ. എന്നാൽ പ്രേമവും ഭക്തിയുമാണ് ഭഗവാന് സ്വീകാര്യമായത്. ഒരു സവിശേഷ രീതിയിൽ തയ്യാറാക്കേണ്ടതാണ് പ്രസാദം എന്ന് പറയപ്പെടുന്നു. ശാസ്ത്രപ്രോക്തമായ വിധത്തിൽ തയ്യാറാക്കിയതും കൃഷ്ണന് നിവേദിച്ചതുമായ ഏത് ഭക്ഷണവും തികച്ചും ആധ്യാത്മികമായതിനാൽ ഏറെക്കാലത്തിന് ശേഷവും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ആഹാരത്തെ രോഗാണുരഹിതവും സംശുദ്ധവും എല്ലാവർക്കും ആസ്വാദ്യകരവുമാക്കുവാൻ വേണ്ടി ഭഗവാനെ നിവേദിക്കണം. ഇപ്പോ ഈ ശ്ലോകങ്ങളെല്ലാം നമ്മൾ പഠിച്ചതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ രാജസ താമസ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് സാത്വികർ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്, ഭഗവാൻ ഏതാണ് നല്ലതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം. അതായത് നമുക്ക് ആധ്യാത്മികമായ പുരോഗതിയാണ് ആവശ്യമെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മിലുള്ള ഈ രജസ്തമോ ഗുണങ്ങളെ തീർച്ചയായും നമ്മൾ ഉപേക്ഷിച്ച് നമ്മുടെ ഭക്ഷണ രീതി മാറ്റി ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ എല്ലാവരും തയ്യാറാവണം. ഒരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഈ ഭഗവത്ഗീത പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും ആധ്യാത്മികമായ പുരോഗതി നേടണം.
എങ്കിൽ മാത്രമേ നമ്മുടെ ഈ മനുഷ്യ ശരീരം, അതായത് നമുക്ക് കിട്ടിയ ഈ മനുഷ്യ ശരീരം നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതുപോലെ തന്നെ നമ്മൾ അധമയോനികളിലേക്ക് പതിക്കപ്പെടും. അതായത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇനി അടുത്ത ജന്മം നായയോ പൂച്ചയോ ആയി ജനിക്കാൻ, അല്ലെ? എല്ലാവർക്കും ആഗ്രഹം ഭഗവാന്റെ ഗോലോക വൃന്ദാവനമാണ്. അതിലേക്ക് എത്തണമെങ്കിൽ എല്ലാവരും ഭഗവാൻ, അതായത് ബേസിക് ആയ കാര്യങ്ങളാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞത്. ഏത് ഭക്ഷണം കഴിക്കണം, നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മുടെ അച്ഛനമ്മമാർ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കും. പക്ഷെ വലുതായാൽ നമുക്ക് ഈ ഗുണങ്ങളിൽ പെട്ട് നമുക്കറിയാതെ നമ്മൾ ആ ഭക്ഷണമെല്ലാം കഴിക്കും. പക്ഷെ നമ്മൾ ഇതേപോലുള്ള ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കരുത്. അതായത് അറിഞ്ഞു ചെയ്യുന്ന പാപവും അറിയാതെ ചെയ്യുന്ന പാപവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ പാപം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷ നമ്മൾ അറിയാതെ ചെയ്തതിനേക്കാൾ ഇരട്ടിയായിരിക്കും. അതെല്ലാവരും മനസ്സിലാക്കി നമ്മൾ എല്ലാവരും ഭഗവാന്റെ പ്രസാദം കഴിക്കാനായി ഇനിയെങ്കിലും, ഇതുവരെ ചെയ്യാത്തവർ ഇനിയെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കൊണ്ട് എല്ലാവർക്കും അതിന് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. നന്നായിട്ട് മാതാജി. കൃഷ്ണ മാതാജി, നന്നായിട്ടുണ്ട് മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ 7ാമത്തെ ശ്ലോകത്തില് എനിക്കാണ് സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ ശരിയാവണമെന്ന് അറിയില്ല. അതിൽ പറയുന്ന വെച്ചാൽ ഏതു ഗുണം മുൻനിൽക്കുന്നതിലാണ് ഇന്നവിധം പ്രവർത്തനങ്ങൾ കാണുക എന്ന് വിശകലനം ചെയ്തറിയുന്നവനാണ് ശരിക്കുള്ള ബുദ്ധിമാൻ. നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ മീനിങ് മനസ്സിലാവാൻ അറിയില്ല. എങ്ങനെയാണ് മനസ്സിലാക്കാൻ നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്ന്. പക്ഷെ എനിക്കാണ് ക്ലാരിറ്റി കുറവാണ്. ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, പക്ഷെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ അത്ര ക്ലിയർ ആവണോ എനിക്കറിയില്ല. ആ സെന്റൻസ് ഇംഗ്ലീഷ് വളരെ ക്ലിയർ ആയിട്ട് ശ്രീല ഭഗവാന്റെ ട്രാൻസ്ലേഷൻ്റെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. Those who can understand analytically what kind of performances are in what modes of material nature are actually wise. ഏത് ഗുണത്തിലുള്ള ഏത് പ്രവർത്തനങ്ങളാണ്, ഏത് ഗുണത്തിൽപ്പെടുന്ന ആൾക്കാരെ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യും എന്ന് നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ് ബുദ്ധിമാന്മാർ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് അത്ര എഴുതുമ്പോൾ അത് എങ്ങനെയാണോ വന്നേക്കാണിത്. ഏതു ഗുണം മുൻനിൽക്കുന്നതിലാണ് ഇന്നവിധം പ്രവർത്തനങ്ങൾ കാണുക എന്ന് വിശകലനം ചെയ്തറിയാവുന്നയാളാണ് ശരിക്കും ബുദ്ധിമാൻ. നല്ലൊരു ഇതായിട്ട് വരുന്നുണ്ട്, പക്ഷെ അത്ര ഒരു ക്ലാരിറ്റി അത്രയും വരില്ല അതില്. ഓക്കെ, പിന്നെ 8, 9 ശ്ലോകങ്ങളുണ്ട്. നമുക്കറിയാം 8, 9, 10. സത്വഗുണത്തിലുള്ള ആഹാരം ഏതൊക്കെയാണ് ആദ്യം പറയും. അതിന്റെ ക്വാളിറ്റീസ് 3നും ക്വാളിറ്റീസ് പറയുന്നുണ്ട്. സത്വഗുണത്തിലുള്ള ക്വാളിറ്റി എന്താണ്? രസ്യ, സ്നിഗ്ധ, സ്ഥിര, ഹൃദ്യ. ഈ 4 കാര്യങ്ങളാണ് സത്വഗുണത്തിന്റെ ക്വാളിറ്റീസ്. അതിന്റെ ഫലം എന്താണ്? ആയു, സത്വ, ബലാരോഗ്യ, സുഖപ്രീതി, വിവർധന. സത്വഗുണത്തിന്റെ ഗുണങ്ങൾ നല്ല ടേസ്റ്റിലും നല്ല മാർദ്ദമായിട്ടുള്ള സ്ഥിര ചെഞ്ഞ എന്താണ്? ഇറ്റ് ബി സബ്സ്റ്റാൻഷ്യൽ, സ്ഥിര മതമാണ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിൽക്കണം. ഒരു 3-4 മണിക്കൂർ നമുക്ക് ഓജസ് തരണം, കഴിച്ചു ഫീലിംഗ് വേണം. ഹൃദയാച്ചൻ ഹൃദയത്തിന് നമുക്ക് സുഖം തരുന്ന ഹൃദയമായിട്ടുള്ള ഭക്ഷണം. ഇതാണ് സത്വഗുണത്തിലുള്ള ആഹാരത്തിന്റെ ക്വാളിറ്റീസ്. അതിന്റെ ഫലം എന്താണ്? ആയു വർദ്ധിക്കുകയും സത്വം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വിൽ പവറാണ്, നമ്മുടെ ഡിറ്റർമിനേഷൻ. പിന്നെ ബല, ശക്തി, ശരീരത്തിന്റെ ബലം. പിന്നെ ആരോഗ്യം, അസുഖം തടയുന്ന ആരോഗ്യം, ഇമ്മ്യൂണിറ്റി, ഇതെല്ലാം. പിന്നെ സുഖം, പ്രീതി, വർധന. ഇപ്പൊ ഇതിന്റെ ക്വാളിറ്റീസ്, അതിന്റെ ഗുണങ്ങളാണ് ഈ പറഞ്ഞ ഭക്ഷണത്തിന്റെ. അതേപോലെ രജോ ഗുണത്തിൽ നോക്കിയാൽ അറിയാം ഏതാണ് രജോ ഗുണത്തിലുള്ള ആഹാരം. കട്ടു, അമ്മള, ലവണ, തൂഷ്ണ, അത്യുഷ്ണ, തീക്ഷ്ണ, രൂക്ഷ, വിദാഹിന.
ഇതിനെല്ലാത്തിനും അതി കൂട്ടണം എന്ന് പറയുന്നുണ്ട്. വളരെ വിദ്യാഭൂഷണം പറയുന്നുണ്ട്, ശങ്കരാചാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം നോർമലായിട്ട് ടേസ്റ്റ് ശരിയാണ്, പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ അത് അതിന് നേരെ ഗുണത്തിന് പകരം വിപരീതം. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ ഉപ്പ് വേണം, ഉപ്പില്ലാണ്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ചെറിയ തോതിലൊരു എരിവ്, ചെറിയ തോതിലുള്ള പുളി, ഇതൊക്കെ നമ്മൾ പുളി ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മളപ്പോൾ. അപ്പോൾ അതിനുശേഷം അത് കൂടിക്കഴിഞ്ഞാൽ, അത് വളരെയധികം ആയിക്കഴിഞ്ഞാൽ അത് അതിയായി മാറി, എക്സസ്. പക്ഷെ രജോ ഗുണികൾക്ക് കുറച്ച് എക്സസ് വേണം. അപ്പോൾ മസാല അത്യാവശ്യം ചിലപ്പോൾ ചെയ്തു വരും, ആവശ്യം ഉണ്ടായിട്ടല്ല, എന്നാലും ചിലപ്പോൾ ചെയ്തു വരും. പക്ഷെ അവർക്ക് മസാല കണ്ടമാനം കൂട്ടണം. നമ്മൾ പറഞ്ഞാൽ ഈ നോൺ വെജ് കഴിക്കണമെങ്കിൽ മതജ് പറഞ്ഞ നോൺ വെജ് യാതൊരു ടേസ്റ്റും ഇല്ല സാധനത്തിന്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഛർദി വരും. പിന്നെ അത് കഴിക്കുകയാണെങ്കിൽ ഈവൻ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും നോൺ വെജ് ചുമ്മാ കഴിക്കാൻ പറ്റില്ല. ഓക്കെ, ചുമ്മാ കഴിക്കണം, വേവിച്ച് കഴിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റില്ല അവർക്ക്. വേവിച്ചാൽ പോലും അതിന് ടേസ്റ്റിംഗ് ഇല്ല. എന്നാൽ ഇത്തിരി ഉപ്പ് ഇട്ടോളൂ എന്ന് പറഞ്ഞാലും അവർക്ക് പറ്റില്ല. ഇപ്പോൾ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാർക്ക് പച്ചക്കറി, ചില പച്ചക്കറികൾ, നമുക്ക് ക്യാരറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, കത്തിരിക്ക, ക്യാരറ്റ്, കുറേ കാര്യങ്ങൾ നമുക്ക് ചുമ്മാ കടിച്ച് കഴിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഇത്തിരി വേവിച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ സാധാരണ എല്ലാ പച്ചക്കറിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഒന്ന് സൂപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കണം, ചുമ്മാ ചൂടാക്കണുള്ളൂ, ചൂടാക്കിയിട്ട് ഇത്തിരി ഉപ്പിടും, എത്ര ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെണ്ണയിടാം. ഇതാണ് നമ്മുടെ സൂപ്പ് പറയുന്നത്. സാലഡ്സ്, ഇതെല്ലാം നമുക്ക് വെറും എന്താ പറയുക, ഉപ്പ് മാത്രം ഇട്ടിട്ട് കഴിക്കുന്ന നമുക്ക് കഴിക്കാൻ പറ്റും. നോൺ വെജ് കഴിക്കാൻ പറ്റില്ലല്ലോ, വെറുതെ കഴിക്കാൻ പറ്റില്ല, വേവിച്ച് കഴിക്കാൻ പറ്റില്ല, ഉപ്പിട്ടാലും കഴിക്കാൻ പറ്റില്ല. മസാല ഇട്ട് മുഴുവൻ കഴിക്കണം, മുഴുവൻ മസാല, എന്നാൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് വരില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ അല്ല, അറിയാം. പിന്നെ പ്രോട്ടീൻസ് സെക്കൻഡ് പ്രോട്ടീൻസ് ആണ് ആക്ച്വലി. ഫസ്റ്റ് പ്രോട്ടീൻസ് വേണ്ട നാച്ചുറൽ പ്രോട്ടീൻസ് ആണ് ഈ പയർവർഗ്ഗമാണ്, പരിപ്പ്, ഈ ശിലപ്രദം, തവിട് കളയാത്ത ഗോതമ്പ്, ഇതെല്ലാം പ്രൈമറി പ്രോട്ടീൻസ് ആണ്. ഇത് കഴിക്കുന്ന പശുക്കളുടെ മാംസം, ആ മാംസത്തിൽ ഈ പറഞ്ഞ പ്രോട്ടീൻസ് ഉണ്ടാവും, അവർ കഴിച്ച സാധനങ്ങൾ, പച്ചക്കറി കഴിച്ചതന്നെ. അപ്പോൾ പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് കഴിക്കുമ്പോഴുണ്ട പശുവിനെ അല്ലെങ്കിൽ ആടിനെ, അതിനെ കൊല്ലുമ്പോഴാണ് ആ മാംസത്തിൽ പ്രോട്ടീൻസ്. അപ്പോൾ സെക്കൻഡറി പ്രോട്ടീൻസ് ആണത്. പ്രൈമറി പ്രോട്ടീൻസ് എപ്പോഴും ആഹാരത്തിന്, വെജിറ്റബിൾസിനെ ഉണ്ടാവുള്ളൂ. സെക്കൻഡറി പ്രോട്ടീൻസിന് അതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ മറ്റേ മൂന്നാം തമോ ഗുണത്തിലുള്ള എന്താണ്, യാതയാമം, ഗതരസം, പൂതി, പരുഷിതം, ഈ 4 ക്വാളിറ്റീസ് അല്ലേ. വളിച്ചത്, പിന്നെ പരുഷിതം ചീത്തയായത്, ഉച്ഛിഷ്ടം ദുർഗന്ധമുള്ളത്, ഇതൊക്കെയും തമോ ഗുണത്തിൻ്റെ എൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ല, രജോ ഗുണത്തിൻ്റെ ഈ പറഞ്ഞ ക്വാളിറ്റീസുള്ള സാധനങ്ങൾ അത് കഴിച്ചാൽ എന്തുണ്ടാവും, ദുഃഖശോക ആമയപ്രദ. ദുഃഖം ഉണ്ടാകും, ശോകം ഉണ്ടാകും, ആമയപ്രദം. ആമയപ്രദം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡിസോർഡർ ഓഫ് ദ ബ്ലഡ് എന്ന് പറയും, ഡിസീസ്. അപ്പോൾ ഇത് ഈ അതിൻ്റെ ഫലമാണ്. ഈ കഴിഞ്ഞ ക്വാളിറ്റീസ് ഉള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫലം എന്താണ് എന്ന് പറയുന്നുണ്ട്. തമോ ഗുണത്തിലുള്ള ഈ പറഞ്ഞ ക്വാളിറ്റീസ്, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് എന്താ ശ്ലോകത്തിൽ പറയുന്നില്ല. ഒന്ന് നോക്കിയറിയാം, ശ്രദ്ധിച്ചറിയാം. യാതയാമം ഗതരസം പുരിപൂരുഷം ഉച്ഛിഷ്ടമപി ചാപേദ്യം ഭോജനം താമസപ്രിയം. താമസപ്രിയമായിട്ട് ഭോജനം അവർക്ക് ഇഷ്ടമുള്ള ഇതാണ്. പക്ഷെ അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? അതിന് ഇഫക്റ്റ് ആക്ച്വലി ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ അതിന് മോഹം വർദ്ധിപ്പിക്കും, മറ്റേ ദുഃഖം, അസുഖം കൂടും. രജോ ഇതെന്താണ്, ഇറ്റ് ആക്ട് ടു യുവർ ഇല്യൂഷൻ. ആ ഇല്യൂഷൻ വീണ്ടും വർദ്ധിപ്പിക്കും. തമോ ഗുണത്തിന്റെ ക്വാളിറ്റി നമുക്കറിയാം, മോഹമാണെന്ന് അറിയാം. ആ മോഹം വീണ്ടും ഉണ്ടാക്കുക, മോഹത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഇവരുടെ ഈ ആഹാരം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഭഗവാൻ നമുക്ക് സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അതിനെല്ലാം എന്താ പറയുക, പാപഫലങ്ങളെല്ലാം ഒഴിവാകുന്നു പറയുമ്പോൾ അമ്മ എന്തുകൊണ്ട് മാംസം കൊടുത്തുകൂടാ ചോദിക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് ഭഗവാൻ സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, പത്രം പുഷ്പം ഫലം ദ്വയം. എന്നാൽ വെറും സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രം കൊടുത്താൽ ഭഗവാൻ ഇഷ്ടാവുമോ? ഇഷ്ടാവില്ല.
കാരണം അവിടെ എന്താണ്, അവിടെ പ്രേമം, ഭക്തി പറയും, ഭക്തിയാമാം അതാണ്. ആരാണ് ഇത് നമ്മുടെ ഭക്തിയോട്, അവിടെ 2 പ്രാവശ്യം ഭക്തി എന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ ശ്ലോകത്തില്. അപ്പോ ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനുള്ള പ്രേമം, ഭഗവാനുള്ള പ്രേമത്തോട് കൂടിയിട്ട് വിത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് ഭഗവാൻ നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ, എന്നാൽ മാത്രമേ ഭഗവാൻ കഴിക്കുള്ളൂ. വെറും സാത്വികമായതുകൊണ്ട് മാത്രം ഭക്ഷണം ഭഗവാൻ കഴിക്കില്ല. അപ്പൊ നമുക്ക് പ്രസാദം കിട്ടണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഒരു സവിശേഷ രീതിയിൽ തയ്യാറാക്കണമെന്നാണ്. ഭഗവാനെ പ്രീതിക്കും പ്രേമവും ഭക്തിയുമാണ് ഭഗവാന് സ്വീകാര്യമായത്. അതുകൊണ്ട് സവിശേഷ രീതിയിൽ തയ്യാറാക്കേണ്ടതാണ് പ്രസാദം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്യണേക്കാൾ മുമ്പ് തന്നെ മനസ്സിൽ ഓഫർ ചെയ്യണത്. അപ്പോഴാണ് ശരിയായിട്ടുള്ള എഫക്റ്റ് ഉള്ളത്. ശരിയായിട്ടുള്ള ഓഫർ ചെയ്യുമ്പോൾ മനസ്സിൽ ആദ്യം തന്നെ കാണുന്നത് ഭഗവാൻ കഴിച്ചിട്ട് ഭഗവാനെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം. അത് ആഗ്രഹത്തോടെ നമ്മൾ ആദ്യം തന്നെ ഭഗവാനെ ഓഫർ ചെയ്യണം. എന്നിട്ട് വി പെർഫോം ദറ്റ് ആക്ട്. എന്നാൽ മാത്രമേ ഭഗവാൻ സ്വീകാര്യമാകുള്ളൂ. വെറും സാത്വികമാണ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഭഗവാൻ സ്വീകരിക്കുക. അതുകൊണ്ട് സത്വഗുണത്തിൻ്റെ അടുത്ത ഭഗവാൻ സ്റ്റെപ്പാണ് ഭഗവത് പ്രേമം, ഭഗവാനെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് 22-ാം ശ്ലോകം മുതൽ ആരംഭിക്കും. അപ്പോൾ വെറും നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സാധാരണ ഭഗവാന് കൃഷ്ണന് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ ബ്രാഹ്മണ ദീക്ഷയെടുത്ത ആൾക്കാരാണ് ഭോജനം ഉണ്ടാക്കണേ പറയും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദീക്ഷ എടുത്ത ആളായിരിക്കണം. ഇതും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 റിലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനും 16 മാല ജപിക്കുന്നവരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ എല്ലാ വാസനകളും ഇരിക്കുന്ന കുഴപ്പങ്ങൾ അതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അത്രയും സ്വീകാര്യമല്ല. ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ എല്ലാ സെന്റേഴ്സിനും എല്ലാവർക്കും ബ്രാഹ്മണ ദീക്ഷ എടുത്ത ആൾക്കാരെ കണ്ടുവരില്ല. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറയും. അപ്പോൾ അവർ കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും ദീക്ഷ എടുക്കണമെന്നില്ല, ദീക്ഷ എടുത്തിട്ടായിരിക്കില്ല. പക്ഷെ എന്ന് തന്നെയാണ് ഒരു ലെവലെത്തിയതിനു ശേഷം ഭഗവാനുടെ പ്രേമം എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരുടെ മാത്രമേ നമ്മൾ ഭഗവാനെ നിവേദിക്കാൻ സമ്മതിക്കാൻ പാടുള്ളൂ. അത് മിനിമം സ്റ്റാൻഡേർഡ് അതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. Krishna Prabhuji. Thank you, Prabhuji. ഹരേ ബോൾ. ജയ ബോൾ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപസിന്ധുഭ്യോ പതിദാന പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമഃ.